നമസ്കാരം. മുൻ സർക്കാർ നടപ്പിലാക്കിയ ജൻ ഔഷധി പദ്ധതി ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് മോദി ഭരണത്തിൽ കയറിയ ശേഷമാണ്. നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിനു വേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ഓരോ പദ്ധതികളും നടപ്പിലാക്കും മുമ്പ് അതിനെപ്പറ്റി ആലോചിച്ച് അതിന്റെ ഉള്ളറിഞ്ഞ് അത് ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് നോക്കിയാണ് പ്രധാനമന്ത്രി അത് നടപ്പിലാക്കുന്നത്. സാധാരണക്കാരിൽ നിന്നുയർന്നു വന്ന ദീർഘദർശിയായ നേതാവാണ് പ്രധാനമന്ത്രി. ഇദ്ദേഹം ജനങ്ങളുടെ പൾസറിഞ്ഞ് ഒരു പദ്ധതിക്കൊപ്പം ഉറച്ചു നിന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ ലാഭം 3 ലക്ഷം കോടിയാണ്. ഭാരതീയ ജൻ ഔഷധി പരിയോജന വിജയകരമായി അതിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനഹിതം മുൻകൂട്ടി കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത്. ലോക ഫാർമസിയായി ഭാരതം വളരുമ്പോൾ അതിനൊപ്പം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ജീവൻ രക്ഷാ മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും താങ്ങാവുന്ന വിലയിൽ നൽകണമെന്ന് നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയമാണ് പാതിവഴിയിൽ നിലച്ച് സർക്കാർ കടലാസുകളിൽ ഒതുങ്ങിപ്പോയേക്കാവുന്ന പദ്ധതിയെ വിജയക്കൊടുമുടിയിൽ കൊണ്ടെത്തിച്ചത്. 2008 മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 1ാം UPA സർക്കാർ ആരംഭിച്ച പദ്ധതിയായിരുന്നു ജൻ ഔഷധി. ഫാർമസ്യൂട്ടിക്കൽ വകുപ്പിനായിരുന്നു പദ്ധതിയുടെ മേൽനോട്ടം ഉണ്ടായിരുന്നത്. ജൻ ഔഷധി സ്റ്റോറുകളിലൂടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് ലഭ്യമാക്കുക എന്ന സർക്കാർ ലക്ഷ്യം പക്ഷെ വേണ്ടത്ര വിജയിക്കുകയോ ജനങ്ങളിലേക്ക് എത്തുകയോ ചെയ്തിരുന്നില്ല. പദ്ധതി ആരംഭിച്ച് 6 വർഷം പിന്നിടുമ്പോഴും വെറും 3 കോടി രൂപയുടെ വാർഷിക വിൽപ്പനയും 240 സ്റ്റോറുകളിലായി ജീവശ്വാസം കിട്ടാതെ കിതയ്ക്കുകയായിരുന്നു ജൻ ഔഷധി. എന്തിനു പറയണം, ഡ്യൂപ്ലിക്കേറ്റ് മരുന്നാണോ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നത്, രോഗം മാറുമോ എന്നിങ്ങനെയുള്ള പല ആശങ്കകളെ കൂടാതെ ഇങ്ങനെയൊരു പദ്ധതി കേന്ദ്രം നടപ്പിലാക്കുന്നുണ്ടെന്ന് പോലും ജനത്തിന് അറിയില്ലായിരുന്നു. പദ്ധതി പതിയെ കടലാസിലേക്ക് വിശ്രമം ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴാണ് നവഭാരത സൃഷ്ടി എന്ന പ്രതിജ്ഞയുമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്നത്. മുൻ സർക്കാരുകൾ തുടങ്ങിവെച്ച എല്ലാ പദ്ധതികളും തള്ളിപ്പറഞ്ഞ് എല്ലാത്തിലും കൈകടത്തുക അല്ലായിരുന്നു മോദി എന്ന ഭരണകർത്താവിന്റെ ഉദ്ദേശം. ജനോപകാരപ്രദമായ പദ്ധതികൾ നവീകരിച്ച് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കാൻ പ്രാപ്തമാക്കുകയാണ് മോദി ചെയ്തത്. അതിന്റെ ഫലമാണ് ഈ ലാഭം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.